ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ സഹോദരൻ ജബേസ് വിൽസൺ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ഡോക്ടർ ജോൺ അലക്സ് സാർ, ബഹുമാനരായ മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും, സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. I would like to extend my warm Christian greetings and love to everyone here, especially the chairperson of this chapel service, dear brother Jabez Wilson, our principal, Dr. John Alex, our faculty, staff, and all our dear students. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. It's my great joy and I'm so happy to be sharing God's word this morning. I would like to share with you this morning from Ezekiel chapter 37 verses 1 to 11. അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടെ ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. പഴയ നിയമത്തിലെ BC 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു എസെക്കിയേൽ. When we look at the Old Testament, among the prophets of the 6th century, one of the more famous prophets was our prophet Ezekiel. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ പുസ്തകത്തെ നമുക്ക് പല ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിച്ച്, പ്രത്യേകിച്ച് 3 ഭാഗങ്ങളായി നമുക്ക് തിരിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. When we come to the book of Ezekiel and we study this book, we can divide this book into 3 main sections. 1 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ ദൈവ ജനത്തിന്റെ മേലുള്ള ന്യായവിധിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Chapters 1 to 25 talk about the judgment of the people of God. 25 മുതൽ 32 വരെയുള്ള അധ്യായങ്ങൾ ജാതികളുടെ മേൽ വരുന്ന ന്യായവിധിയെ കുറിച്ച് സംസാരിക്കുന്നു. Chapters 25 to 32 talk about the judgment that come upon the other nations around Israel. എന്നാൽ 33 മുതൽ 44 വരെയുള്ള അധ്യായങ്ങൾ പുനഃസ്ഥാപനത്തിന്റെയും പ്രത്യാശയുടെയും ദൂതാണ് പകർന്നു തരുന്നത്. But from chapters 33 to 44 we find the message of hope and restoration being mentioned there. ദൈവത്തിന്റെ ജനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരികയും ദൈവം അവർക്കൊരു പുതിയ ഹൃദയവും ആത്മാവും നൽകിക്കൊണ്ട് അവരുമായിട്ടൊരു പുതിയ ഉടമ്പടി ചെയ്യും എന്നുള്ളതാണ് എസെക്കിയേൽ പ്രവാചകന്റെ ആകെയുള്ള ദൂത് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. The basic essence of the message of the prophecy of the prophet Ezekiel is that God will bring his people back from exile and God is going to bring them to a time of restoration and revival in their life. നാം വായിച്ച അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. When we look at the passage that we just read from Ezekiel 37, we find that the prophet says, the hand of the Lord came upon me. സാധാരണ ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ദർശനത്തെ കുറിച്ചോ ആത്മാവിലുള്ള നടത്തിപ്പിനെ കുറിച്ചോ ഒക്കെ വിവരിക്കുവാനായിട്ടാണ്. Usually these kind of phrases appear in the Bible when it talks about the people receiving visions or when they are guided by the Holy Spirit. അതുകൊണ്ട് തന്നെ ഇത് ഫിസിക്കലായിട്ട് സംഭവിച്ച ഒരു കാര്യമായിട്ടല്ല തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. തനിക്ക് ലഭിച്ച ഒരു ദർശനമായിട്ടോ ആത്മാവിൽ ഉണ്ടായ ഒരു അനുഭവമായിട്ടോ ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. So we need not look at this passage as a physical experience, but rather it might refer to a vision that the prophet had or even a spiritual experience that he went through. ഇവിടെ പ്രവാചകനായ യെഹെസ്കേലിനെ
ദൈവം ഒരു അസ്ഥിയുടെ താഴ്വരയിലേക്ക് ദർശനത്തിൽ കൊണ്ടുപോവുകയാണ്. We find that here God leads the prophet Ezekiel into a valley that is full of dry bones. അവിടെ കൊണ്ടുപോയിട്ട് ദൈവം പ്രവാചകനോട് ഒരു ചോദ്യം ചോദിക്കുന്നു, പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? So God takes Ezekiel to this special valley and God asks him a question, can these bones live? നമുക്ക് ഈ വേദഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു ഉണർവിന്റെയോ ഒരു പുനഃസ്ഥാപനത്തിന്റെയോ ദൂതാണ് 37-ാമത്തെ അധ്യായം. So as we study the passage that is in Ezekiel chapter 37, we find that it gives us a message of revival, and not only revival but also restoration. ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു പുനഃസ്ഥാപനം നടക്കുമ്പോൾ അവിടെ ആദ്യമായി സംഭവിക്കാനിടയുള്ള ഒരു കാര്യമാണ്, ദൈവം ഒരു മനുഷ്യനെ പ്രത്യേകമായിട്ട് വിളിക്കുകയും ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. So whenever there is a revival or a restoration, we always find that God calls a specific person and that he takes him through a very special experience in his life. സാധാരണ നമ്മുടെയൊക്കെ ഒരു ധാരണ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുകയാണെങ്കിൽ ഭൗതികമായി ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക് മാത്രമേ നടത്താറുള്ളൂ. So it is our usual common understanding that when God leads us, in a special way, we usually connect it with the material blessings that we receive. സാധാരണയായിട്ട് ഇപ്പോ ഞായറാഴ്ച ഒരു ആരാധനയ്ക്ക് പോകണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചാൽ ഏതെങ്കിലും മെയിൻ റോഡ് സൈഡിലുള്ള ഒരു ചർച്ചിലേക്കോ കുറച്ച് ആളുകൾ കൂടുതലുള്ള സഭകളിലേക്കോ ഒക്കെയാണ് പരിശുദ്ധാത്മാവ് പലപ്പോഴും ആളുകളെ നയിക്കാറുള്ളത്. So we find that usually when people say on Sunday morning that they are led by the Spirit of God to go to worship, they usually go to churches where there is a large attendance in worship, or churches that are situated along the main road. പലപ്പോഴും പ്രാർത്ഥിക്കാൻ പ്രേരണ കിട്ടിയാലും ചില നല്ല വീടുകളിലേക്ക് മാത്രമേ പ്രേരണയെ പലർക്കും കിട്ടാറുള്ളൂ. ഒരു നല്ല ഹോട്ടലിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തിയാലും അറ്റ്ലീസ്റ്റ് ഒരു 2 സ്റ്റാറെങ്കിലും ഉള്ള ഹോട്ടലിലേക്ക് പലപ്പോഴും നടത്താറുള്ളൂ. So we usually find that when people are being led by the Spirit of God, they usually go to houses, big houses, or if they want to go to a hotel, they try to go to at least a 2-star hotel. പക്ഷേ ബൈബിള് പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും ഭൗതിക അനുഗ്രഹങ്ങളുടെ കലവറകളിലേക്ക് മാത്രമല്ല നമ്മളെ ശുശ്രൂഷയുടെ നിയോഗത്തിനായിട്ട് നടത്താറുള്ളത്. But when we find the word of God, we will understand one thing, that the Spirit of God does not usually lead us to treasures of earthly and material blessings. ഈ പ്രവാചകനെ അസ്ഥിയുടെ താഴ്വരകളിലേക്ക് ആത്മാവിൽ ദർശനത്തിൽ നടത്തുന്ന ദൈവം യേശുക്രിസ്തുവിനെയും മരുഭൂമിയിലേക്ക് നടത്തുന്നത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. So we will find that there is a similarity between this experience and of the prophet going to a valley of dry bones, and also compared with Jesus going into the wilderness. പരിശുദ്ധാത്മാവ് എവിടേക്ക് നടത്തും എന്നുള്ളതിന് വ്യക്തമായ ഒരു കാര്യങ്ങൾ, ഒരു പ്ലാൻ വെച്ച്, നമ്മുടേതായ ഒരു പ്ലാൻ വെച്ച് അതിൽ കൂടെ മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ, അങ്ങോട്ട് മാത്രമേ ആത്മാവ് നടത്തുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരിക്കലും ഒരു ഉണർവിലേക്കോ യഥാസ്ഥാപനത്തിലേക്കോ നമ്മളെ കൊണ്ടുവന്നെത്തിക്കത്തില്ല. So we see that when the Holy Spirit is leading us, it does not go according to our human plan or a clear sketch that we have made, and that is the only way that the Spirit of God could work within us. ഒരു വലിയ ഉണർവാണ് ദൈവത്തിന്റെ ലക്ഷ്യം. പക്ഷെ അത് ദൈവം ആരംഭിക്കുന്നത് ഒരു മനുഷ്യനെ വിളിച്ച് അവൻ ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവനെ ആത്മാവിൽ കൂട്ടിക്കൊണ്ടുപോയിട്ടാണ്. We find that God's goal is a revival, and usually when God wants a revival, he leads people into unexpected places. ഫിസിക്കലായിട്ട് മാത്രമല്ല, സ്വപ്നത്തിൽ പോലും ഒരു സെമിത്തേരിയിലേക്കോ അസ്ഥികൾ ചിതറിക്കിടക്കുന്നിടത്തേക്കോ പോകാൻ നമ്മളാരും ആഗ്രഹിക്കാറില്ല. Usually none of us want, even in our dreams or in our visions, to go to a place like a cemetery or that is filled with dry and dead bones. അവിടെ ചെന്ന് കഴിയുമ്പോൾ ദൈവം പ്രവാചകനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കാൻ വല്ല സാധ്യതയുണ്ടോ, ജീവിക്കുമോ?
And then when the prophet goes to that place, God asks him a question, "O prophet, son of man, will these bones live?" ദൈവത്തെ സാധാരണ നമുക്കറിയാവുന്നത് നമ്മുടെ എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം തരുന്ന ദൈവമായിട്ടാണ്. Usually we try to understand and we feel that we know God as a God who gives answers to all our problems. പണ്ടൊക്കെ ആളുകൾ പറയുമായിരുന്നു, നമ്മൾ ചോദ്യം എഴുതിയിട്ട് ഏറ്റവും അവസാനം ഒരു ചോദ്യചിഹ്നം ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം ക്വസ്റ്റ്യൻ മാർക്കും അതിന്റെ അടിയിൽ ഒരു ഫുൾ സ്റ്റോപ്പും ഒരു കുത്തും കാണും. സാധാരണ ആളുകൾ പറയും ദൈവത്തിന്റെ പ്രത്യേകത ആ ക്വസ്റ്റ്യൻ മാർക്ക് ഒന്ന് തുടച്ചു കളയും, ഫുൾ സ്റ്റോപ്പ് മാത്രമേ കാണുകയുള്ളൂ. കാരണം ദൈവം എപ്പോഴും ഉത്തരങ്ങളുടെ ദൈവമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. So usually I have heard it being said that whenever there is a question mark in our life, or whenever there's a question that we do not know the answer of, God usually erases the question mark and then he puts a full stop, and so God gives an answer to all our questions. പക്ഷേ അല്ല, ദൈവം ഉത്തരങ്ങളുടെ മാത്രം ദൈവമല്ല, ദൈവം ചോദ്യങ്ങളുടെയും ദൈവമാണ്. But we see that God is not only a God of answers, but God is also a God who asks questions. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദമിനോട് ചോദിക്കുന്നു, നീ എവിടെയാണ്? പിന്നീട് കയീനോട് ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെയാണ്? ഏലിയാവിനോട് ചോദിക്കുന്നു, ഏലിയാവെ നിനക്ക് ഇവിടെ എന്താണ് കാര്യം? അങ്ങനെ ബൈബിൾ മുഴുവൻ പഠിക്കുമ്പോൾ മനുഷ്യവർഗത്തോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ഉത്തരം കൊണ്ട് മാത്രമല്ല ചോദ്യം കൊണ്ടും ദൈവം മനുഷ്യനോട് പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. When we study the Bible, we find that God does not communicate with man only by giving answers, but that he also asks questions. Especially from the book of Genesis, we find that God asked Adam, "Where are you?" God asked Cain, "Where is your brother?" And then God speaks to Elijah and asks him, "What are you doing in this place?" ഒരു ഉണർവിലേക്ക്, പുനഃസ്ഥാപനത്തിലേക്ക് നിങ്ങളും നിങ്ങളായിരിക്കുന്ന സമൂഹവും നയിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നിന്ന് ചില ചോദ്യങ്ങളെ കൂടെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. If we have an earnest desire that we want a revival and a restoration in our lives and in our community, we must be ready to face some questions from the Lord. ഇവിടുത്തെ ചോദ്യം അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ളതാണ്. The question that is relevant here is, will these bones live? ആ അസ്ഥികളെ കുറിച്ച് അടുത്ത വാക്യങ്ങളിൽ പറയുന്നത് അവ താഴ്വരയിൽ ഇങ്ങനെ ചെതറിക്കിടക്കുകയായിരുന്നു. We find that in the later verses, it's written about these bones that they were scattered all around the valley. അപ്പൊ അസ്ഥികൾ ചിതറിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു അടക്കം കിട്ടാത്ത, മാന്യമായി അടക്കം ലഭിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടം ശരീരത്തിലെ അസ്ഥികളാണത്. So when we find that these bones are scattered all around the valley, we understand that these bones belong to people who did not receive a honorable funeral when they died. അസ്ഥികൾ, ഭൗതിക മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തു കാണുന്നത് അപമാനിക്കപ്പെടുന്ന അപമാനത്തിന്റെ ഒരു സിംബലായിട്ടാണ് പുരാതന ഇസ്രായേലിലെ ആളുകൾ കണ്ടിരുന്നത്. In ancient Israel, when the bones of a dead person were seen exposed on the ground, it was a symbol of dishonor. ഈ അസ്ഥികൾ ഉണങ്ങിയതായിരുന്നുവെന്നും ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. And we find in this passage that these bones were also very dry. അതിന്റെ അർത്ഥം ഈ അസ്ഥികൾ ഇതിങ്ങനെ അസ്ഥികളായിട്ട് മരണം സംഭവിച്ചിട്ട് ഒരുപാട് നാളുകളായെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയിട്ടിരിക്കുന്നത്. So we find that these bones were dry because it belonged to people who had died so many long years ago. ഉണങ്ങി, ചിതറി, വരണ്ടു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് അതിന്റെ അർത്ഥം, ഏറ്റവും ലളിതമായ അർത്ഥം, ഇനി പ്രത്യാശയ്ക്ക് ഒരു വകയുമില്ലെന്ന് തന്നെയാണ്. So when we find the words dry, scattered and withered, we will find that it does not give us any chance for any future hope. പക്ഷെ അവിടെ ചെറിയൊരു കാര്യമുണ്ട്. കാരണം അസ്ഥികൾ ചിതറിക്കിടക്കുന്നു, കുറച്ച് അസ്ഥികൾ അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. പണ്ടൊരിക്കൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവനുള്ള ശരീരത്തിന്റെ ഭാഗമായിരുന്നു അത് എന്നും കൂടി ഒരർത്ഥം അതിനുണ്ട്. But when we look at it from another aspect, we must understand that these dry bones once belonged to people who were alive, and so they were once alive and they had these bones in their bodies. അപ്പൊ ഒരിക്കൽ ജീവൻ ഉണ്ടായിരുന്നു, എന്നാൽ ദീർഘകാലമായി മരിച്ചുപോയി. അങ്ങനെ ഒരു സമൂഹത്തോടാണ് ഇവിടെ പ്രവാചകൻ സംവദിക്കുന്നത്.
So we find that the prophet is communicating with these bones that belong to people who once had life in these bones, but were now dead. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന ദൈവത്തിന്റെ ചോദ്യത്തിന് ഒന്നുകിൽ ജീവിക്കും എന്നോ അല്ലെങ്കിൽ ഇല്ല എന്നോ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ആൻസർ പറയേണ്ടിടത്ത് പ്രവാസനം ലഭിച്ച ദൈവത്തിന്റെ പ്രവാചകൻ പറയുന്നത് കർത്താവേ നീ അറിയുന്നു എന്നാണ്. So usually when we hear the question, will these bones live? The common answer that we could give is either yes or no. But this prophet gives the reply to God saying, Lord, you know everything. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ മുമ്പിലേക്ക് ആ സമൂഹത്തെയും തന്നെയും കൊണ്ടുവരുന്ന ഒരു പ്രവാചകനെയാണ്. നിനക്കിഷ്ടമുണ്ടെങ്കിൽ ജീവിക്കട്ടെ, അല്ലെങ്കിൽ നീ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ, ഒരു സമർപ്പണത്തിലേക്ക് തന്നെയും ആ സമൂഹത്തെയും കൊണ്ടുവരുന്ന പ്രവാചകനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. So we find a prophet who is over here trying to submit himself, trying to commit himself and his community to the absolute will of God for their life. അപ്പൊ ഉണർവിലേക്ക് നയിക്കപ്പെടേണ്ടുന്ന അടുത്ത സാഹചര്യം എന്ന് പറയുന്നത് സമർപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ശുശ്രൂഷകന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. So we find the next thing that we see as a requirement for revival and restoration is that God looks for consecrated and committed servants of God to do his work. സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ വേഗത്തിൽ 2 മിനിറ്റ് കൊണ്ട് നിർത്താൻ പോവുകയാണ്. ദൈവം ചോദിക്കുമ്പോൾ ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നു കർത്താവേ നീ അറിയുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ് നീ അവയോട് പ്രവചിക്കണം. So we find that as the prophet replies to the Lord, God gives him the second answer, asking him to prophesy to these dry bones. സാധാരണ ഈ സ്തോത്രം പറയാനൊക്കെ ഒരുപാട് ആളുകൾ ഉള്ളിടത്ത് പ്രസംഗിക്കാനാണ് നമുക്കൊക്കെ വളരെ താല്പര്യം. ചില ആളുകൾക്കൊക്കെ സൂമിലൊക്കെ പ്രസംഗിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ഇൻസ്റ്റന്റ് റെസ്പോൺസ് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. So usually people like to preach to audiences where they get a lot of response of hallelujahs from the crowd, and so in Zoom we don't usually get responses like that. പക്ഷേ കർത്താവ് പറയുകയാണ് അസ്ഥികളാണെങ്കിലും ദൈവത്തിന്റെ കൽപ്പന ലഭിച്ചാൽ നാം പ്രവചിക്കാൻ, പ്രസംഗിക്കാൻ, ദൈവവചനം വിളിച്ചു പറയാൻ തയ്യാറാകുമ്പോൾ അവിടെയാണ് ഉണർവ് സംഭവിക്കുന്നത്. So we see that when God takes us to some dry bones, and even though they are dry and dead, but if God asks us to prophesy to them, we will find that over there we see God's miracle work happening in that place. നമ്മുടെ പ്രസംഗം മനോഹരമാക്കാൻ കുറച്ച് കഥകളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്, പ്രസംഗശാസ്ത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ യഥാർത്ഥ ഉണർവിലേക്ക് ദൈവത്തിന്റെ ജനത്തെ കൊണ്ടുവരുവാൻ ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷകന്മാരെന്ന നിലയ്ക്ക് നമുക്ക് കഴിയണമെങ്കിൽ ദൈവ വചനം മറ്റുള്ളവരോട് ശരിയായ രീതിയിൽ അതിന്റെ അർത്ഥതലത്തിൽ നമുക്ക് പങ്കുവയ്ക്കുവാൻ കഴിയണം. So usually we can use our homiletic principles to share illustrations that makes our sermons more attractive. But what we need for this generation that we live in is for the men and women of God who are ready to preach the word with the power that God gives and to speak it out in a meaningful way. ഇത്രയും വാക്യങ്ങൾ ആ താഴോട്ടുള്ള അടുത്ത വാക്യങ്ങൾ കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത്രയും കാലമായിട്ടും ഒരിക്കൽ ജീവനുണ്ടായിരുന്ന ഈ ശരീരങ്ങൾക്ക്, അസ്ഥികൾക്ക് സ്വയം ജീവിച്ചെഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ദൈവവചനം വിളിച്ചു പറഞ്ഞപ്പോൾ അവ ഒന്നായി തീരുകയും കൂടിച്ചേരുകയും തൊക്കുവന്ന് അവയിൽ പൊതിയുകയും ഏറ്റവും അവസാനം തന്റെ കൽപ്പനയാൽ, പ്രവാചകന്റെ കൽപ്പനയാൽ ആത്മാവ് അവരിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. So we find that these bones, even though they were dry and they were dead long ago, but when the word of the Lord, when the Spirit of the Lord began to work upon them, they began to gain life. The bones began to come together. The marrow and the sinews and the joints started to join together and they slowly started to give life. പ്രവാചകൻ വചനം വിളിച്ചു പറഞ്ഞപ്പോൾ ആദ്യത്തെ പടി അസ്ഥിയോട് ചേർന്നെന്ന്. When the prophet began to prophesy the word, we find that the bones began to join together. ഉണർവിന്റെ തുടക്കവും എന്നൊക്കെ പറയുന്നതും തീർച്ചയായിട്ടും ഒരു അച്ചടക്കവും അതിൻ്റെതായ ഓർഡറും ഒക്കെ ഉള്ളതാണ്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിക്കിടക്കുന്നതല്ല. We find that when revival takes place, it's not a moment of bones being scattered, but it's a moment of discipline and order when the bones begin to come together. കൺട്രോൾ വിട്ടു പോകുന്നതല്ല ഉണർവ്, അസ്ഥിയോട് ചേരേണ്ടതുപോലെ ചേരുന്നതാണ്.
So revival is not something that goes out of control, but it is rather something where the bones begin to join and come together. അസ്ഥിയോട് ചേർന്നു, മാംസം വന്നു, ത്വക്ക് വന്നു, ഞരമ്പ് വന്നു, എല്ലാം വന്നു. So we find that as the bones joined together, they began to develop flesh, and then they began to become human bodies. ഇപ്പോ അവരാരാണെന്ന് ചോദിച്ചാൽ സുന്ദരന്മാരായ, സുന്ദരിമാരായ എന്നൊക്കെ നമുക്ക് പറയാം, സുന്ദരന്മാരായ ഒരു കൂട്ടം ശവശരീരങ്ങളാണ്. So when we see that when the bones came together and the flesh began to be formed into human bodies, we will find that they have become very good looking young men and women. സുന്ദരമാണ്, കാണാൻ നല്ലതാണ്, എല്ലാം ആയിട്ടുണ്ട്. പക്ഷേ ആത്മാവ്, ജീവൻ മാത്രം പ്രവേശിച്ചിട്ടില്ല. We find that so in this situation, as the process of the bones joining together took place, they became into human bodies, but there was no life that was there in them. ഒരു അടുക്കും ചിട്ടയിലേക്കും ഓർഡറിലേക്കും മടക്കിക്കൊണ്ട് വരുന്നത് മാത്രമല്ല, അവിടേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു സൈന്യമായി ഒരു എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് കഴിയുന്നത്, അല്ലെങ്കിൽ പുതുജീവൻ പ്രാപിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. So it is not only a process where we come to order or discipline, but it is also when the Spirit of God begins to breathe life into our communities, into our situations, that we will be able to say that truly a revival has taken place. ആത്മാവ് പകരപ്പെട്ടപ്പോൾ അവരൊരു വലിയ സൈന്യമായി നിവർന്നു നിന്നു. സ്വയം പ്രതിരോധിക്കാനും ശത്രുവിനെ തോൽപ്പിക്കാനും കഴിയുന്ന ഒരു സൈന്യമായിട്ട് അവർ നിവർന്നു നിന്നു. So when the Spirit came into them and they got to life, they became as a mighty army, standing army that began to defend themselves from all the challenges and attacks. ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം ഒരു ഉണർവാണ്. ദൈവ വചനപ്രകാരമുള്ള ഒരു ഉണർവ്. സമർപ്പിതരായ ഒരു കൂട്ടം ശുശ്രൂഷകന്മാരെ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ ചിലതിലേക്ക് ജീവൻ പകരുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു ഉണർവും ജീവന്റെ ഒരു പുനഃസ്ഥാപനവുമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം. So these days we need a revival in our midst. We need a revival that is according to the word of God. We need a revival where we have consecrated and committed servants of God who are able to preach and to prophesy to communities that are dead so that they can become alive. അത്തരത്തിൽ നിലനിൽക്കുന്ന ഒരു ഉണർവ് ഉണ്ടാക്കപ്പെടുവാൻ, ഒരു സൈന്യമായി സ്വയം പ്രതിരോധിക്കാനും അതോടൊപ്പം തന്നെ ശത്രുവിന്റെ ആക്രമണത്തിന് നേരെ, പീഡനങ്ങൾക്ക് നേരെ ധൈര്യത്തോടെ നിൽക്കാനും കഴിയുന്ന ഒരു സൈന്യമായി ദൈവസഭയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. It is my deep prayer and earnest desire that if we need to have an enduring revival, we should become as a mighty army standing up for the Lord and to be able to breathe life into dead situations. എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശിഷ്യ ചാപ്ലൈൻ ഇമ്മാനുവൽ സാറ്, ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രിയ എബ്രഹാം ചാക്കോ സാറ്, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. This is a wonderful time. God gave us the opportunity to hear His word, and I believe that God has spoken very powerfully through His servant. It was a wonderful message, very applicable for the present times. Let us be conscious enough in these days, in the coming days, to be close to the word of God, so that in the coming days revival may happen. Thank you, sir, once again for your wonderful preaching. May God bless you in the coming days. May you be used mightily in His kingdom. May God bless you. And also want to thank dear Abraham Chako sir for translating. May God bless you too. Let us close our eyes and let us pray for the servants of God and for this meeting. Let's pray. Dear Lord, gracious Heavenly Father, we just want to thank you and praise you for this wonderful and beautiful time that you have given in our lives to come into your presence, to adore your name and to hear from your word, Lord. Thank you for
enabling your servant to preach powerfully and mightily. So, Lord, let these dry bones become to life, Lord. Lord, let the spirit of order may control our lives so that revival may happen in the coming days. A revival based on the word of God, a revival due to the word of God, Lord. Strengthen us. Lord, you lead us and guide us. Also pray for our sir, Lord. Bless his family, bless all the responsibilities he's handling and all the ministries which he's doing, Lord, in his personal life. Lord, bless our Abraham Jaco, sir, too. Thank you for his life and his ministry, and thank you for giving him the ability to translate the message, Lord. Bless all of us who are here. Bless the Lord. Thank you once again for hearing our prayer. In Jesus' most precious name we pray. Amen.